അല്ല, ഞങ്ങൾക്ക് CPIക്ക് വിമർശനമുണ്ട് മുസ്ലിം ലീഗിനോട്. ആ വിമർശനം രാഷ്ട്രീയ വിമർശനമാണ്. രാഷ്ട്രീയമായി വിമർശിക്കപ്പെടേണ്ട നിലപാടെല്ലാം ആ പാർട്ടിക്കുള്ളപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഗിനെ കാണുന്നത് വർഗീയ പാർട്ടിയായിട്ടല്ല. അതൊരു വർഗീയ പാർട്ടിയല്ല. SDPI പോലെ അല്ലെങ്കിൽ PFI പോലെ ഒരു പാർട്ടിയായിട്ട് ഞങ്ങളതിനെ കാണുന്നില്ല. ലീഗ് അത്തരം കാര്യങ്ങളിൽ പൊതുവെ കേരളത്തിലെയും ഇന്ത്യയിലെയും മതനിരപേക്ഷ മൂല്യങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യം കാണിക്കുന്ന പാർട്ടിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ലീഗിന് പലപ്പോഴും ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട്, പാളിപ്പോയിട്ടുണ്ട്. വർഗീയ സ്പർശമുള്ള നിലപാടിലേക്ക് പോകാൻ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് CPI ചിന്തിക്കുന്നില്ല. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉറപ്പായിട്ടും നടക്കുന്ന സമരം BJP RSS മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ ഫാസിസ്റ്റ് വർഗീയതയും അവരെ ചെറുക്കാൻ വേണ്ടിയുള്ള എല്ലാ ശക്തികളുടെയും കൂട്ടായ്മയാണ്. ഞങ്ങളതിൻ്റെ വിശാലമായ ഒരു മതനിരപേക്ഷ കൂട്ടായ്മയെന്നാണ് വിളിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 24ാം കോൺഗ്രസ് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫാസിസ്റ്റ് വർഗീയ ശക്തികളാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ചെറുക്കാനും തോൽപ്പിക്കാനും വേണ്ടിയുള്ള സമരത്തിൽ ഏറ്റവും വിശാലമായ ഒരു ഐക്യതയെ കെട്ടിപ്പടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടി കോൺഗ്രസിൻ്റെ ആഹ്വാനം. ആ നിലപാടാണ് CPI നയിക്കുന്നത്. അതിനകത്ത് ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായി കണ്ടുകൊണ്ട് അതിനെ അകറ്റി നിർത്താനല്ല ഞങ്ങൾ ശ്രമിക്കുന്നതും. അതിനകത്തൊരു മതനിരപേക്ഷ മൂല്യങ്ങളുടെ അംശമുള്ള എല്ലാവരെയും ഞങ്ങൾ കാണുന്നത് അങ്ങനെ തന്നെയാണ്. അവരുമായിട്ട് സൗഹാർദ്ദ ബന്ധങ്ങളുണ്ട്, ചർച്ചകളുണ്ട്. അതിൻ്റെ അർത്ഥം ഞങ്ങളും ലീഗും തമ്മിലുള്ള ഒരു സഖ്യത്തിൻ്റെ കളമൊരുങ്ങിയെന്നല്ല. ആ കാഴ്ചപ്പാട് പറയേണ്ടത് ചർച്ചയ്ക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലാണ്. അല്ല, അതൊക്കെ ഈ ഘട്ടത്തിൽ ആ ചർച്ച അപക്വമാണ്. ഇപ്പം നിങ്ങൾ എടുത്തിട്ട ചർച്ച എൻ്റെ അഭിപ്രായത്തിൽ ഇമ്മച്ചുവറാണ്, അപക്വമാണ്. അത് വരട്ടെ, നമുക്ക് നോക്കാം. അത് CPM അല്ല പറയേണ്ടത്, ഞാൻ പറഞ്ഞ ശരിയാകില്ലല്ലോ. അത് CPM പറഞ്ഞു, CPM വീണ്ടും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. 2 വട്ടവും CPM പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളത് കേട്ടു. അതിനെപ്പറ്റി പിന്നെ ഞാനല്ല പറയേണ്ടത്. CPIയുടെ സംസ്ഥാന നേതൃത്വം അതേപ്പറ്റി പറയും. അല്ല, ലീഗ് പറയട്ടെ എന്ന്. ലീഗ് പറഞ്ഞു കഴിഞ്ഞു അവരങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന്. UDF പറഞ്ഞു കഴിഞ്ഞു ആ വെള്ളം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങളില്ലാത്ത ഒന്നിനെപ്പറ്റി ചർച്ച ഉണ്ടാക്കാനുള്ളൊരു വ്യഗ്രതയ്ക്ക് പുറപ്പെട്ടാൽ ഞാൻ പറയും എന്തോ ഒരു വാർത്ത കുറവിൻ്റെ വിഷയം ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ എടുത്തിട്ട വിഷയം ഇന്നത്തെ ഒരു അടിയന്തര വിഷയമല്ല, അപക്വമായ വിഷയമാണ്. ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾക്കതിനകത്തൊരു അജണ്ട ഉണ്ടെങ്കിൽ ആ അജണ്ടയ്ക്കകത്ത് തലവെക്കാൻ ഞാനില്ല. അല്ല, അതേപ്പറ്റിയുള്ള വേണ്ട ഉത്തരങ്ങളെല്ലാം CPM തന്നെ പറഞ്ഞു കഴിഞ്ഞു. ലീഗിൻ്റെ പ്രതികരണമുണ്ടായി, UDF പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങളത് കെട്ടുപോകാത്ത ചർച്ചാ വിഷയമാക്കി, തർക്ക വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് കനത്ത വാർത്താ ദാരിദ്ര്യം ഇന്നുണ്ട്. ഇപ്പം ഈ ചർച്ച ഒരു കാര്യം, നിങ്ങളുടെ ചർച്ച പത്രമാധ്യമങ്ങൾ മിക്കവാറും എല്ലാ വശങ്ങളും ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ വിഷയത്തിൽ ഇന്ന് രാവിലെ വന്ന് എന്നെ നിങ്ങൾ പിടിച്ചിറക്കിയിരിക്കുന്നത് ഞാൻ അപക്വമാണ്. നിങ്ങളുടെ ഒരു വാർത്തയുടെ കുറവിൻ്റെ സ്കേഴ്സിറ്റി ഓഫ് ന്യൂസ് എന്ന് പറയാം, അതിൻ്റെ വിഷയമാണത്. അല്ല, അന്ന് ഞാൻ സഭയിലുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സന്തോഷം ഉണ്ടായിരുന്നു. ഞങ്ങളെതിരാണത്. ഞാൻ പോകും മുമ്പ് കൃത്യമായി ചെയർമാൻ എഴുതി കൊടുത്തിരുന്നു, ഈ ബില്ല് ചർച്ചയ്ക്കെടുത്തുകൂടാ. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ആ ബില്ല് ചർച്ചയ്ക്കെടുക്കുന്നത് അനാവശ്യമായിട്ടുള്ള ഒഴിവാക്കപ്പെടേണ്ട റിഫ്റ്റ് അകൽച്ച ഉണ്ടാക്കാനും സംഘർഷമുണ്ടാക്കാനും മാത്രമേ ആ ചർച്ച ഉപകരിക്കൂ എന്നുള്ളതുകൊണ്ട് അത് ചർച്ചയ്ക്കെടുക്കാതെ മാറ്റിവെക്കാൻ കൃത്യമായിട്ട് പറയുന്ന കത്തെഴുതി കൊടുത്തിട്ടാണ് CPIയുടെ കൃഷ്ണനേതാവായ ഞാൻ ആന്ധ്രാപ്രദേശിലേക്ക് പോയത്. അവിടുത്തെ ഒരു സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മുൻകൂട്ടി ഒരു നിശ്ചയിച്ച പ്രോഗ്രാമാണത്. ഞങ്ങളുടെ പാർട്ടിയുടെ MP
സഖാവ് സന്തോഷ് സഭയിലുണ്ടായിരുന്നു. CPIയുടെ സ്റ്റാൻഡ് അവിടെ പറഞ്ഞിട്ടുണ്ട്.